എക്സാമൊക്കെ കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണം തീർക്കാൻ കോളേജിൽ വെറുതെ ഇരുന്നും നടന്നും സമയം കളഞ്ഞു. കുറേ മഞ്ചാടി ഉണ്ടായിരുന്നു വീണിട്ട്. അതിൽ കുറച്ചെണ്ണം ഞങ്ങൾ പറക്കിയെടുത്തു. നല്ല രസമല്ലേ മഞ്ചാടീനെ കാണാൻ വേണ്ടി. അങ്ങനെ സപ്ലി ദേവതേൻ്റെ മുന്നിൽ മഞ്ചാടി വെച്ച് കഴിഞ്ഞാൽ സപ്ലി ഉണ്ടാവില്ല എന്നല്ല ഇവിടുത്തെ കുട്ടികൾ കുറേ കഥകളൊക്കെ ഉണ്ടാക്കും. ശരിക്കും ഇത് സപ്ലി ദേവതയൊന്നല്ല കേട്ടോ. അതിൻ്റെ ചുവട്ടിൽ നമ്മളെ സ്വന്തം ബഷീറും ഉണ്ട്, സോഫിയും ഉണ്ട്. അങ്ങനെ കോളേജിൽ ഇങ്ങനെ നടന്നതിന് ശേഷം നമ്മൾ ഇംഗ്ലീഷ് ഹാളിലേക്ക് പോയി. ഇന്ന് അഭിമന്യുവിൻ്റെ രക്തസാക്ഷി ദിനമായിട്ട് ബന്ധപ്പെട്ട പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ സ്നിഗ്ധയും വന്നു, അൻവിയും വന്നു. അപ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് പോയിരുന്നു. എനിക്ക് ഈ ഒരു വരാന്ത ഭയങ്കര ഇഷ്ടമാട്ടോ. അതിൻ്റെ തൂണും ആ വാതിലും ആ ഒരു പഴയ ഒരു കൊച്ചി രാജകുടുംബത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കുന്നൊരു എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഹാളിലേക്ക് എത്തി. അപ്പോൾ ജൂനിയേഴ്സ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഹായൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടായിരുന്നു കേട്ടോ പരിപാടി തുടങ്ങിയത്. സമയം കളയണ്ടല്ലോ എന്ന് വെച്ചാൽ റീലോളികൾ റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മത്സരിച്ച് റീല് കാണുകയാണ് രണ്ടാളും. അതിനുള്ള സോഫി എന്തോ ഒരു റീല് കണ്ടത് നീയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ കുറേ ട്രോളിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഇടയിലാണെങ്കിൽ തങ്കുവിൻ്റെ ഓരോരോ കുരുത്തക്കേട്. പരിപാടിക്ക് വെയിറ്റ് ചെയ്ത് മടുത്ത സമയത്ത് ചുമരിൽ കുറേ രാജാക്കന്മാരുടെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആരാന്നറിയാൻ വെറുതെ ഗൂഗിളിൽ കൊച്ചി രാജകുടുംബം എന്ന് അടിച്ചു നോക്കി. അപ്പോൾ അതാ നമ്മളിരിക്കുന്ന ഈ ഹോള് പണ്ട് കൊച്ചി രാജകുടുംബത്തിൻ്റെ പണ്ഡിത സദസ്സായിരുന്നു എന്നും ഇവിടെ കിടക്കുന്ന ഫോട്ടോസൊക്കെ അവരുടെ രാജാക്കന്മാരുടേതാണെന്നൊക്കെയാണ് ഗൂഗിൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കഥയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറേ നേരം പരിപാടിക്ക് വെയിറ്റ് ചെയ്ത് അവസാനം പരിപാടിയൊക്കെ കണ്ട് നേരെ കോളേജിൻ്റെ സെൻറ്ററിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. കോളേജിൻ്റെ സെൻറ്ററിലേക്ക് ഇറങ്ങിയപ്പോൾ 2 ദിവസം മുന്നേ പിള്ളേരെല്ലാവരും കൂടി നമ്മുടെ കുളം വൃത്തിയാക്കിയിരുന്നു കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളവും നല്ല കാറ്റും ഒക്കെ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. നല്ല രസമാട്ടോ കോളേജിൽ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ. പിന്നെ ഒരു ചായ കുടിച്ചാലോ എന്ന് വിചാരിച്ച് രുചിഭവനിലേക്ക് പോയി. രുചിഭവനിലെ പഴംപൊരി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ കുറേ ആയി രുചിഭവനിൽ പോയി ചായ കുടിക്കാത്ത. അങ്ങനെ ഞാനൊരു പഴംപൊരിയും സോഫി ഒരു വടയും പറഞ്ഞു. വടേൻ്റെ ടേസ്റ്റ് കൊണ്ട് സോഫി വീണ്ടും ഒരു വട പറഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി കഴിച്ച് ഞങ്ങൾ സന്തുഷ്ടരായി.